ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. ഒരിക്കൽ കൂടെ ജീവനുള്ള ദൈവത്തെ ആത്മാവിലെ സത്യത്തിലും ആരാധിപ്പാൻ സർവശക്തനായ ദൈവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുക്കി തരുന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ, സ്തോത്രം. ആമേൻ. കഴിഞ്ഞ നാളുകളിലെല്ലാം സർവശക്തനായ ദൈവം നമ്മളെ കാത്തുപരിപാലിച്ചു. അതിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ, സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം, അതിൻ്റെ 1-2 വാക്യങ്ങൾ. ആമേൻ, സ്തോത്രം, സ്തോത്രം. ആമേൻ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, അപ്പാ, ഒരിക്കൽ കൂടെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് മക്കളാകുന്ന അടിയങ്ങൾ കടന്നു വരുന്ന ദൈവമേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് നൽകി തരുന്ന ഈ നല്ല അവസരങ്ങൾക്കായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു പിതാവേ, സ്തോത്രം. അപ്പം അങ്ങയെ പാടി സ്തുതിപ്പാനും അങ്ങേ ആരാധിപ്പാനെല്ലാം അങ്ങ് അവസരമൊരുക്കി തന്നല്ലോ. വചനചിന്തയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിക്കുന്നു. അപ്പാ ദൈവമേ, അങ്ങ് ഹൃദ്യമായി ഞങ്ങളോട് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി നന്ദി പറയുന്നു പിതാവേ, സ്തോത്രം. ഞങ്ങളോട് വചനം ഞങ്ങളുടെ ഇടയിൽ ക്രിയ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അടിനെ അങ്ങ് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ, സ്തോത്രം. നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം, അതിൻ്റെ 1-2 വാക്യങ്ങളാണ് നമ്മൾ വായിച്ച് കേട്ടത്. ആമേൻ, സ്തോത്രം. ഇന്ന് ആരാധനയ്ക്ക് നമ്മൾ ഒരു PPT തയ്യാറാക്കിയായിരുന്നു. ആരും അങ്ങോട്ട് നോക്കണ്ട. ഞാൻ പഞ്ചാബിൽ നിന്ന് വന്ന സഹോദരിമാർക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. അവരിന്നില്ല, അതവിടെ പ്ലേ ചെയ്യും, നിങ്ങളിവിടെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. റോമർക്ക് എഴുതിയ ലേഖനത്തിലെ 12-ാം അധ്യായത്തിൻ്റെ വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ആമേൻ നമ്മൾ വായിച്ച് കേട്ടത്. ആമേൻ, സ്തോത്രം. നമ്മൾ കഴിഞ്ഞ മുന്നത്തെ ആഴ്ച ഈ വിഷയത്തിൽ നിന്ന് ചിന്തിച്ചതാണ്. ആമേൻ, റോമർക്ക് എഴുതിയ ലേഖനം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഴുതാനുണ്ടായ സാഹചര്യം എന്തെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ ദൈവസഭയുടെ മധ്യത്തിൽ നിലനിന്നിരുന്ന വിഭാഗീയതയെ ഇടിക്കുന്നതിന് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് ആമേൻ ലേഖനം എഴുതിയ ഒരു ലേഖനമാണ് റോമർക്ക് എഴുതിയ ലേഖനം. ഇതിൻ്റെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ വളരെ വ്യക്തമായി ആമേൻ സ്തോത്രം ദൈവിക ഉപദേശങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയെ പഠിപ്പിക്കുന്നു. ആമേൻ. 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം, ആ ഉപദേശങ്ങൾക്കനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയെ പഠിപ്പിക്കുന്നു. ഈ 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ, അതായത് നാം ഇപ്പോൾ വായിച്ച് കേട്ട വാക്യങ്ങൾ, ഒരു വിശ്വാസി ഒരു ദൈവത്തോട് എപ്രകാരമായിരിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അതിൻ്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വിശ്വാസി അമേൻ തന്നോട് തന്നെ എപ്രകാരമായിരിക്കണം അമേൻ എന്നത് അമേൻ അവിടെ പറയുന്നു. അതിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വിശ്വാസി മറ്റ് വിശ്വാസികളോട് എപ്രകാരം പെരുമാറണമെന്നും എപ്രകാരമായിരിക്കണമെന്നും അവിടെ വ്യക്തമായി പറയുന്നു. അതിൻ്റെ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ആമേൻ ഒരു വിശ്വാസി അവിശ്വാസികളോട് എപ്രകാരമായിരിക്കണം എന്ന് അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാ പ്രേരിതനായി ദൈവസഭയ്ക്ക് ആമേൻ ഉപദേശങ്ങൾ കൈമാറുകയുണ്ടായി. നമ്മളിവിടെ വായിച്ചു കേട്ട വാക്യം, സഹോദരന്മാരെ, ഞങ്ങൾ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അതിൻ്റെ ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ്, therefore I argue you brothers and sisters. അവിടെ therefore എന്നൊരു പദം മലയാള പരിഭാഷയിൽ മിസ്സിംഗ് ആണ്. വളരെ റോമാലേഖനത്തോടുള്ള ബന്ധത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പദമാണ് ആമേൻ therefore എന്ന പദം. ആമേൻ. അതുകൊണ്ട് ഈ ഭേദഭാഗത്ത് എന്തുകൊണ്ടാണ് ആ therefore, അതായത് അതുകൊണ്ട് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, അതുകൊണ്ട് ആമേൻ സ്തോത്രം ഞാൻ നിങ്ങളെ, സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് പ്രബോധിപ്പിക്കുന്നു. എന്തുകൊണ്ട് പ്രബോധിപ്പിക്കുന്നു? 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഉപദേശങ്ങളെല്ലാം നിങ്ങൾ കേട്ടല്ലോ. എന്താ അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയ്ക്ക് കൊടുത്ത ഉപദേശങ്ങൾ? നമ്മൾ
നമ്മളെല്ലാവരും പാപികളായിരുന്നും നമ്മളെല്ലാവരും കുറ്റക്കാരാണെന്നും അപ്രകാരം കുറ്റം ചെയ്ത നമ്മൾ ആമേൻ സ്തോത്രം പാപത്തിൻ്റെ അടിമത്വത്തിൽ കിടന്നവരാണെന്നും ആമേൻ മരണയോഗ്യരാണെന്നും നരകയോഗ്യരായിരുന്നെന്നും യേശു കർത്താവ് തൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമ്മെ വീണ്ടെടുത്തെന്നും വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടതെന്നും ആമേൻ സ്തോത്രം മരണത്തിൻ്റെയും ആമേൻ സ്തോത്രം പാപത്തിൻ്റെയും പ്രമാണത്തെ ജീവൻ്റെ പ്രമാണം തകർത്തു കളഞ്ഞെന്നും നമ്മൾ ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവത്തിൻ്റെ മക്കളാകുന്ന നമ്മൾ ആമേൻ അവകാശികളാണെന്നും അവകാശികളാകുന്ന നമ്മൾ ക്രിസ്തേശുവിനോടുകൂടെ കൂട്ടവകാശികളാണെന്നും അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയെ പഠിപ്പിച്ചു. അതിന് മാത്രമല്ല ആമേൻ സ്തോത്രം ജാതികളായിരുന്ന യഹൂദന്മാരായിരുന്ന പല ജാതികളിൽ നിന്നും എടുക്കപ്പെട്ട നമ്മൾ ആമേൻ യേശു ക്രിസ്തുവിൻ്റെ ആമേൻ സ്തോത്രം ഒരു ശരീരമാകുന്ന സഭയാണെന്നും അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചു. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് ആമേൻ സഹോദരന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് ഞാൻ ബെഗ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ആമേൻ പ്രബോധിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ആമേൻ അപ്പോസ്തലനായ പൗലോസ് അതിനിടയ്ക്ക് മറ്റൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച്. ഇൻ ദ വ്യൂ ഓഫ് ഗോഡ്സ് മേഴ്സി. ആമേൻ അതെന്തിനാ ദൈവത്തിൻ്റെ മനസ്സലിവ് നമ്മൾ ഓർക്കേണ്ട കാര്യം? ആമേൻ മുമ്പ് പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ. ആമേൻ സ്വന്തം നമ്മൾ ആരായിരുന്നു? നമ്മൾ വെറും പൊടിയാകുന്ന മനുഷ്യരാണ്. നമ്മൾ ആമേൻ സ്വന്തം വെറും മണ്ണാകുന്ന മനുഷ്യരാണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവൻ പാപം ചെയ്ത് അവൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ആമേൻ സ്വന്തം തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞ മനുഷ്യൻ നരകത്തിന് യോഗ്യനായിരുന്നു. അവൻ കെടാത്ത തീയും അവൻ ചാകാത്ത പുഴുവിനും ഇരയായി തീരേണ്ടുന്ന മനുഷ്യവർഗത്തെ, അല്ലെങ്കിൽ എന്നെയും നിങ്ങളെയും യേശു കർത്താവ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വീണ്ടെടുത്തു. ആ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയെ ഓർക്കുമ്പോൾ മാത്രമല്ല, പലരായിരുന്ന നമ്മളെ വിശ്വാസത്താൽ നീതീകരിച്ചും വിശ്വാസത്താൽ രക്ഷിച്ചും തൻ്റെ മക്കളാക്കി അവകാശികളാക്കി. അവകാശികളെങ്കിൽ ആമേൻ സ്തോത്രം അവകാശികളും യേശു ക്രിസ്തുവിന് കൂട്ടവകാശികളുമാക്കി തീർത്ത് ആമേൻ ആത്മീയ ജീവിതം നയിപ്പാൻ നമ്മളെ തെരഞ്ഞെടുത്ത ആപ്പൻ്റെ കരുണ ഓർത്ത് കഴിയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ആ കരുണ നിങ്ങൾ ഓർക്കണം. ആമേൻ സ്തോത്രം ആ കരുണ നമ്മൾ ഓർക്കാറുണ്ടോ? ആ കരുണ ഓർത്തിട്ട് ആമേൻ ഇവിടെ കടന്നു വന്ന് ആമേൻ സ്തോത്രം ദൈവത്തെ ആരാധിച്ച്, അല്ലെങ്കിൽ ഈ പ്രസംഗം കേട്ട് ഒന്ന് കുളിര് കോരിയിട്ടും മടങ്ങിപ്പോവാനല്ല ആമേൻ സ്തോത്രം ദൈവം നമ്മെ വിളിച്ചത്. ഇന്നലകളിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ജനനം മുതൽ ഇന്ന് വരയ്ക്കുള്ള ദിനങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആമേൻ സ്തോത്രം എന്തെങ്കിലും യോഗ്യതയുള്ളവരായിരുന്നോ? പലവട്ടം താണുപോകാവുന്ന വീണുപോകാവുന്ന മേഖലകളിൽ ജീവിതത്തിൽ കടന്നു വന്നതല്ലേ? അതിൻ്റെ മധ്യത്തിൽ നമുക്ക് വേണ്ടി ആമേൻ വ്യാപരിച്ചിറങ്ങിയ ഒരു ദൈവത്തിൻ്റെ കൃപയില്ലേ? ആമേൻ എത്ര വട്ടം നമ്മൾ നമ്മോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവമേ മതിപിതാവേ എനിക്ക് ഈ ജീവിതം മതിപിതാവേ. ഒരു പ്രാവിനെ പോലെ ചിറകുണ്ടെങ്കിൽ ആമേൻ ഞാൻ ഇവിടെ നിന്ന് പറന്നുയർന്നു പോയേനെ. ആമേൻ ഈ കഷ്ടത അനുഭവിക്കാൻ എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് കഴിയുകയില്ല. ഇത് മതിപിതാവേ എന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി എത്ര വട്ടം ദൈവത്തോട് കരഞ്ഞ ദിനരാത്രങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ? ആമേൻ നരകത്തിൽ എരിയേണ്ട വിറകുകളായിരുന്നില്ലേ? അതിൻ്റെ മധ്യത്തിൽ നിന്നും ആ ഒടയ തമ്പുരാൻ നിന്നെ പുറത്തു കൊണ്ടുവന്നില്ലേ? അവൻ്റെ കരുണ ഓർത്ത് കഴിയുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരിക്കും? ജീവിതത്തിന്റെ മേഖലകളിൽ ദുഷ്ടനായവൻ വീഴുവാൻ തക്കവണ്ണം തള്ളിയപ്പോഴും അതിൻ്റെ മധ്യത്തിലും പുരാതനായ ദൈവം നമ്മുടെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങൾ എന്ന് പറഞ്ഞതുപോലെ അവൻ വീഴാതെ വണ്ണം നമ്മളെ കാത്ത ഒരു ദൈവത്തിന്റെ കരുതലും കരുണയും ഓർത്ത് കഴിയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയാ, ആ കരുണയോർക്കണം. നമ്മുടെ ജീവിതത്തിൽ എത്ര വട്ടം ആ കരുണ അനുഭവിച്ചറിഞ്ഞവരാ നമ്മൾ. ആ മഹാകാരുണ്യവാനായ ദൈവത്തിന്റെ കരുണ എത്ര വട്ടം രുചിച്ചറിഞ്ഞവരാ നമ്മൾ. നഫ്താലി എന്നും പോർക്കളമേടുകളിൽ എന്ന് പറഞ്ഞതുപോലെ എത്ര വട്ടം ആയുസിന് നേരെയും നമ്മുടെ ജീവിതത്തിന് നേരെയും നമ്മുടെ ആത്മീയ ജീവിതത്തിന് നേരെയും കുടുംബ ജീവിതത്തിന് നേരെയും ദുഷ്ടനായവൻ വെല്ലുവിളിച്ച് എഴുന്നേറ്റ് വന്നതാ. അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിന്റെ കൃപയല്ലേ നമ്മളെ നിർത്തിയത്? അവന്റെ കരുണയല്ലേ നമ്മളെ നിർത്തിയത്? അവന്റെ കരുണ ഒന്നു മാത്രം കൊണ്ട് മാത്രമല്ല ഇന്നും ഈ അവനിതലത്തിൽ നമ്മൾ നിൽക്കാനിടയായത്. ആ കരുണ ഓർത്ത് കഴിയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുക, യു നീഡ് ടു റെസ്പോണ്ട്. ആ കരുണ ഓർത്ത് കേട്ട് കുളിരുകോരി അല്ലെങ്കിൽ ഒരു സന്തോഷം പ്രകടിപ്പിച്ച് മടങ്ങിപ്പോകുവാനല്ല, യു നീഡ് ടു റെസ്പോണ്ട്. അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ, അവന്റെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി ഓർക്കുമ്പോൾ, അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ അവൻ നമ്മെ തെരഞ്ഞെടുത്തെന്നും അവൻ സ്തോത്രം അവൻ നമ്മൾ രക്ഷിച്ചെന്നും അവൻ നമ്മെ സ്തോത്രം നീതീകരിച്ചെന്നും അവൻ ഇന്ന് നമ്മളെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നെന്നും തേജസ്സിന് വേണ്ടി
വേണ്ടി അവൻ നമ്മെ ഒരുക്കി വച്ചിരിക്കുന്നു എന്നുള്ള ആഴമേറിയ സ്തോത്രം ദൈവത്തിന്റെ നന്മകളുടെ സ്തോത്രം നന്മകളെ കുറിച്ച് ചിന്തിച്ചു കഴിയുമ്പോൾ സ്തോത്രം ദൈവസന്നിധിയിൽ അപ്പോസ്തലനായ പൗലോസ് പറയാ, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, യു നീഡ് ടു റെസ്പോണ്ട്. നിങ്ങൾ എപ്രകാരം റെസ്പോണ്ട് ചെയ്യണം, നിങ്ങൾ എപ്രകാരം റെസ്പോണ്ട് ചെയ്യണം. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, നിങ്ങളുടെ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ബുദ്ധിയുള്ള ആരാധന അർപ്പിക്കണം. അപ്പൊ ബുദ്ധിയുള്ള ആരാധനയുമുണ്ട്, ബുദ്ധിയില്ലാത്ത ആരാധനയുമുണ്ട്. സ്തോത്രം. അപ്പോൾ സ്തോത്രം. എന്താണ് ആരാധന? നമുക്കറിയാം, ബൈബിളിൽ രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. പഴയ നിയമത്തിലായിക്കോട്ടെ പുതിയ നിയമത്തിലായിക്കോട്ടെ. പ്രസ്കുനിയോ എന്നൊരു പദം, നമസ്കരിക്കുക, വണങ്ങുക, ദൈവത്തെ ചുംബിക്കുക എന്നിങ്ങനെയുള്ള പദങ്ങൾ. അതിനുശേഷം സെഹോനായി എന്നൊരു പദം, ദൈവത്തെ ഭയപ്പെടുക. സ്തോത്രം. ദൈവത്തെ സന്നിധിയിലേക്ക് ഭയത്തോടെ അടുത്തു വരിക എന്നിങ്ങനെയുള്ള പദങ്ങളെല്ലാം ആരാധനയെ കുറിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പഴയ നിയമകാലഘട്ടത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നത് ഇസ്രായേൽ ജനം ആരാധനയായി കണക്കാക്കിയിരുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളിവിടെ കടന്നുകൂടിയിരിക്കുന്നത് സഭായോഗത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് മാത്രമല്ല ആരാധന. സ്തോത്രം. എൻ്റെ ഭാഷ്യത്തിൽ പറഞ്ഞാൽ സ്തോത്രം, സഭായോഗത്തിൽ പ്രബോധനങ്ങളുണ്ട്, ആത്മനിറവിലുള്ള പ്രബോധനങ്ങളുണ്ട്, സങ്കീർത്തനങ്ങളുണ്ട്, വചന ശുശ്രൂഷയുണ്ട്, സ്തുതികളുണ്ട്, സ്തോത്രം, അന്യഭാഷകളുണ്ട്, വ്യാഖ്യാനങ്ങളുണ്ട്, പ്രവചനങ്ങളുണ്ട്, വെളിപ്പാടുകളുണ്ട്. പക്ഷെ ഇത് മാത്രമല്ല ആരാധന. എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ 25% മാത്രമേ ആകുന്നുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന കഴിക്കണം. സ്തോത്രം. ഇവിടെ കൊടുത്തിരിക്കുന്ന പദം ലെറ്റീരോ എന്ന പദമാണ്. നിങ്ങൾ യാഗമായി നിങ്ങളെ തന്നെ സമർപ്പിക്കണം. നിങ്ങളുടെ ശരീരാത്മാ ദേവികളെ ദൈവസന്നിധിയിൽ ബുദ്ധിയുള്ള ആരാധനയായി ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. എ ലിവിങ് സാക്രിഫൈസ്. നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. അപ്പോസ്തലനായ പൗലോസ് അവിടെ റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ജൂയിഷ് കൾട്ടിക് ലാംഗ്വേജിൽ നിന്ന് അതായത് യഹൂദന്റെ ആരാധനയോട് ബന്ധപ്പെട്ടിട്ടുള്ള 4 പ്രധാനപ്പെട്ട പദങ്ങൾ ആ 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ആഡ് ചെയ്ത് ചേർത്തു. എന്തെന്നറിയാമോ? ഓഫറിംഗ്, സ്തോത്രം, ഹോളിനെസ്, ഗോഡ് പ്ലീസിംഗ്, സാക്രിഫൈസ്. 4 പദങ്ങൾ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് അത് ഉപയോഗിച്ചിരിക്കുന്നതിന്റെ അപ്രകാരം എഴുതിയിരിക്കുന്നതിന്റെ അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാകണമെങ്കിൽ പഴയ നിയമത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ പോകണം. സ്തോത്രം. പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ബുദ്ധിയുള്ള ആരാധനയെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ശരീരാത്മാ ദേഹികളെ ദൈവസന്നിധിയിൽ സ്തോത്രം യാഗമായി സമർപ്പിക്കണം, ജീവനുള്ള യാഗമായി സമർപ്പിക്കണം. പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് യാഗങ്ങൾ അപരിചിതമല്ല, അല്ലേ? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം മുതൽ കയീന്റെയും ഹാബേലിന്റെയും യാഗം നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ സ്വയം നീതീകരിച്ച ഇരുളിന്റെ പ്രവൃത്തി ചെയ്ത കയീന്റെ യാഗത്തെ ദൈവം തള്ളിക്കളഞ്ഞു. അതിനുശേഷം നോഹയുടെ യാഗത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ലേവ്യ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനത്തിന് ദൈവം നിരവധി യാഗങ്ങൾ കൊടുക്കുന്നതായി, യാഗങ്ങളും കർമാചാരങ്ങളും കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. സ്തോത്രം. അവിടെ സ്തോത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ലേവ്യ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട യാഗം ഹോമയാഗമാണ്. എല്ലാ യാഗങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണമായി നമുക്ക് ഹോമയാഗം എടുക്കാം. ഹോമയാഗത്തിനു വേണ്ടി ഒരു മൃഗത്തെ ആരാധന അർപ്പിക്കാൻ വരുന്നവൻ ദൈവപ്രമാണം അനുസരിച്ച് അതിന് കീഴ്പ്പെട്ട് തൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി സ്തോത്രം ഒരു ഊനമില്ലാത്ത 1 വയസ്സ് പ്രായമുള്ള ഒരു ആടിനെയോ കന്നുകാലിയോ പ്രാവിനെയോ എവിടെ കൊണ്ടുവരണം? സമാഗമന കൂടാരത്തിന്റെ പടിവാതിക്കൽ കൊണ്ടുവരണം. അവിടെ വെച്ച് സ്തോത്രം പുരോഹിതൻ ഈ ആടിനെ പരിശോധിക്കും. പുരോഹിതൻ പരിശോധിച്ച് ഇതിനെ യാഗമാക്കാൻ കൊള്ളാവുന്ന ആടാണോ എന്ന് ചിന്തിച്ചിട്ട് ഈ പുരോഹിതൻ ഈ ആരാധിക്കാൻ വരുന്നവന്റെ പാപം മുഴുവൻ ഈ ആടിന്റെ തലയിൽ ചുമത്തും. കൈവച്ച് ആടിന്റെ തലയിൽ ചുമത്തും. ഈ ആടിനെ അകത്തു കൊണ്ടുപോയി യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ കെട്ടും. അതിന്റെ അവസരത്തിന് വേണ്ടി ആട് കാത്തുകൊണ്ടിരിക്കും. അതിന്റെ സമയം വന്നു കഴിയുമ്പോൾ ഈ പുരോഹിതൻ ഈ ആടിനെ അറുത്ത ആടിന്റെ തോലുരിച്ച് ഖണ്ഡമായി മുറിച്ച് യാഗപീഠത്തിന്മേൽ നിരത്തും.
യാഗപീഠത്തിൽ മേൽ നിർത്തപ്പെട്ട ആടിന്റെ മാംസത്തിന്മേൽ തീ ഇറങ്ങി അതിനെ ദഹിപ്പിക്കും. ഇത് ഹോമയാഗം. ആമേൻ സ്തോത്രം. പക്ഷേ ദൈവം വിളിച്ചു പഴയ നിയമത്തിൽ ദൈവം വിളിച്ചു പറഞ്ഞു, ഞാൻ ഇവരുടെ യാഗങ്ങളിൽ പ്രസാദിക്കുന്നില്ല. കാരണം എന്തെന്നറിയാമോ? ഇതൊരു കർമാചാരങ്ങൾ പോലെ ആയിട്ടല്ല ദൈവം ഈ യാഗങ്ങളെ ഇസ്രായേൽ ജനത്തിന് കൊടുത്തത്. ദൈവം പറഞ്ഞു, എനിക്ക് അനുസരണമാണ് വേണ്ടത്, എനിക്ക് നിങ്ങളുടെ ദയാണ് വേണ്ടത്, എനിക്ക് നിങ്ങളുടെ മനസ്സലിവുള്ള ഹൃദയമാണ് വേണ്ടത്, എനിക്ക് വേണ്ടത് നിങ്ങളിൽ നിന്നും നീതിയും ന്യായവുമാണ് വേണ്ടത്, എനിക്ക് വേണ്ടത് അകൃത്യമില്ലാത്തൊരു ജനത്തെയാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ദൈവം അപ്പോഴേ വിളിച്ചു പറഞ്ഞിരുന്നു, പഴയ നിയമത്തിലെ വിളിച്ചു പറഞ്ഞു, നിന്റെ ഹോമയാഗങ്ങളിൽ ഞാൻ പ്രസാദിക്കുന്നില്ല, അനന്യയാഗവും വഴിപാടും ഞാൻ ഇച്ഛിക്കുന്നില്ല. ആമേൻ സ്തോത്രം. പക്ഷേ ഈ യാഗങ്ങളെല്ലാം മറ്റൊരു യാഗത്തിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു. ഏത് യാഗമായിരുന്നു? നമ്മുടെ യേശു കർത്താവിൻ്റെ ഏകയാഗം അല്ലേ? ഈ യാഗങ്ങൾ നിഴലും യേശു കർത്താവിൻ്റെ ക്രൂശ് മരണം എന്ന യാഗം സ്തോത്രം പൊരുളുമായിരുന്നു. കാലത്തിൻ്റെ സമ്പൂർണതയിൽ മാനവരാശിയുടെ പാപത്തെ ചുവന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എൻ്റെയും നിൻ്റെയും പാപത്തെ ചുവന്നൊഴിക്കേണ്ടതിന് വേണ്ടി അനുസരണമുള്ളവനായി അവൻ തന്നെ മാനവകുലത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. പിതാവിനോട് കീഴടങ്ങി, പൂർണ്ണമായും കീഴടങ്ങി അനുസരണമുള്ളവനായി തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവൻ തൻ്റെ ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിലേക്ക് ചെയ്തെടുക്കേണ്ടതിന് വേണ്ടി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എൻ്റെയും നിൻ്റെയും പാപം അവൻ്റെ തലയിൽ ഗതസമനയിൽ വെച്ച് ചുമത്തപ്പെട്ടു. ആമേൻ സ്തോത്രം സ്തോത്രം. ആമേൻ ഒരു യാഗമൃഗത്തെ പോലെ എൻ്റെ യേശു കർത്താവ് എൻ്റെയും നിൻ്റെയും പാപത്തെ ചുമന്നുകൊണ്ട് ആമേൻ സ്തോത്രം സ്തോത്രം എനിക്കും നിനക്കും വേണ്ടി കാൽവറിയിൽ മരിച്ചു. ആമേൻ സ്തോത്രം. അത് ആമേൻ സ്തോത്രം ഏകയാഗമായിരുന്നു. അത് ആ യാഗം കൊണ്ട് സകല യാഗങ്ങളും അവസാനിച്ചു. സകല യാഗങ്ങളും അവസാനിച്ചു. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ സകല യാഗങ്ങളും അവസാനിച്ചെടുത്ത് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ പറയുകയാണ്, ശരിയാ, സകല യാഗങ്ങളും അവസാനിച്ചു, പക്ഷേ ഒരു യാഗം കൂടെ ചെയ്യാനുണ്ട്. എന്തെന്നറിയാമോ? ജീവനുള്ള വിശുദ്ധിയുള്ള ദൈവപ്രസാദമുള്ള യാഗം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അത് നിങ്ങൾ ഓഫർ ചെയ്യേണ്ടതാണ്. അവൻ്റെ കരുണ ഓർത്ത് കഴിയുമ്പോൾ ആരും നിങ്ങളെ കൊണ്ട് തല്ലിച്ചയിപ്പിക്കേണ്ടതല്ല. ആമേൻ സ്തോത്രം. അവൻ്റെ കരുണ ഓർത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടന്നു വരേണ്ടുന്ന ആരാധനയാണ്, ബുദ്ധിയുള്ള ആരാധനയാണ്. അതാണ് ലിവിങ് സാക്രിഫൈസ്. എന്താണ് ആമേൻ സ്തോത്രം ഈ ലിവിങ് സാക്രിഫൈസും പഴയ നിയമത്തിലെ യാഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ആമേൻ സ്തോത്രം. പഴയ നിയമത്തിൽ ഒരു മൃഗമാണ് അറുക്കപ്പെടുന്നത്, യാഗമായി അർപ്പിക്കപ്പെടുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ മൃഗമല്ല, എൻ്റെ ശരീരാത്മദേഹികളെയാണ് യാഗമായി അർപ്പിക്കേണ്ടത്. ആമേൻ സ്തോത്രം. പഴയ നിയമത്തിൽ അനുസരണം ഉണ്ടായിരുന്നു, കീഴടങ്ങലുണ്ടായിരുന്നു, സ്തോത്രം സ്തോത്രം വിശുദ്ധി ഉണ്ടായിരുന്നു, ദൈവപ്രസാദം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ സ്തോത്രം വിശുദ്ധിയുണ്ട്, ഒബീഡിയൻസ് ഉണ്ട്, അനുസരണമുണ്ട്. സ്തോത്രം. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ ഒരു മൃഗം മരിക്കും അല്ലേ? പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജഡം മരിക്കണം. റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് എഴുതി വെച്ചു, സ്തോത്രം, നമ്മൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നെന്നും സ്നാനത്തോടുകൂടെ നമ്മുടെ പഴയ ജഡം മരിച്ചെന്നും നമ്മൾ ജീവിക്കുന്നത് ജീവന്റെ പുതുക്കത്തിലാണെന്നും അപ്പോസ്തലനായ പൗലോസ് എഴുതി വെച്ചു. അങ്ങനെയാണെങ്കിൽ ജഡം മരിക്കണം, ജീവന്റെ പുതുക്കത്തിൽ ജീവിക്കണം, ഒരു ലിവിങ് സാക്രിഫൈസ് ആയിട്ട്. ആമേൻ സ്തോത്രം. ഇതിനൊരു യാഗപീഠം വേണം, യാഗമർപ്പിക്കാൻ ഒരു യാഗപീഠം വേണം. പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ നിയോഗങ്ങളാണ് യാഗപീഠങ്ങൾ. ആമേൻ സ്തോത്രം. നിങ്ങളുടെ ജീവിത കർമ്മ, നിങ്ങളെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയില്ലേ, അതാണ് നിങ്ങളുടെ യാഗപീഠം. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയുടെ മേൽ ഒരു യാഗമായി നിന്റെ ശരീരാത്മദേഹികളെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുമ്പോൾ, വിശുദ്ധിയോടെ ദൈവപ്രസാദമുള്ള യാഗങ്ങളായി സമർപ്പിക്കുമ്പോൾ, ആമേൻ സ്തോത്രം, അത് വിളിച്ചു പറയുകയാണ്, അതാണ് ബുദ്ധിയുള്ള ആരാധന. അതാണ് ബുദ്ധിയുള്ള ആരാധന. പഴയ നിയമകാലഘട്ടങ്ങളിൽ ആമേൻ സ്തോത്രം ഈ ആരാധന യാഗമർപ്പിച്ചത് ദിനം പ്രതിയോ അല്ലെങ്കിൽ ആഴ്ചകളിലോ അല്ലെങ്കിൽ ആണ്ടുകൾ കൂടുമ്പോൾ ആണെങ്കിൽ, പുതിയ നിയമകാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആനുനിമിഷം ജീവനുള്ള ആരാധനയായി, ബുദ്ധിയുള്ള ആരാധനയായി ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ടിരിക്കണം. ആമേൻ സ്തോത്രം സ്തോത്രം. അപ്രകാരം ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ, ശരീരാത്മദേഹികളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് വേണം ഇവിടെ വന്നിരുന്ന ദൈവത്തെ ആരാധിപ്പാൻ. എങ്കിൽ മാത്രമേ ദൈവം പ്രസാദിക്കുന്ന ആരാധന കരയേറ്റുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതാണ് യഥാർത്ഥമായിട്ടുള്ള ആരാധന. ആ ആരാധനയിൽ നമ്മുടെ ജഡമില്ല. ആമേൻ സ്തോത്രം സ്തോത്രം. അതെന്താ ആരാധന എന്നിൽ നിന്ന് പുറത്തു വരേണ്ടത് എന്ന് നമുക്ക് എപ്രകാരം തിരിച്ചറിയാം? ആമേൻ സ്തോത്രം. ആ ആരാധനയിൽ നമുക്ക് കോപം വരുമ്പോൾ ജഡത്തെ മരിപ്പിച്ചിട്ട്
സമർപ്പിച്ചിട്ട് സ്നേഹം നമ്മളിൽ നിന്ന് പുറത്തു വരും. ബുദ്ധിയുള്ള ആരാധനയിൽ ആമേൻ ജീവനുള്ള യാഗമായി നമ്മളെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം, കോപം വരുമ്പോൾ ജഡം മരിക്കും. ആമേൻ സ്തോത്രം, എന്നിൽ നിന്ന് സ്നേഹം പുറത്തു വരും. പ്രലോഭനങ്ങൾ വരുമ്പോൾ, ടെംപ്റ്റേഷൻസ് വരുമ്പോൾ ജഡം മരിക്കും, എന്നിൽ നിന്ന് അനുസരണം പുറത്തു വരും. വിഭാഗീയതകൾ വരുമ്പോൾ ആമേൻ ജഡം മരിക്കും, സമാധാനം എന്നിൽ നിന്ന് പുറത്തു വരും. ആമേൻ സ്തോത്രം. രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകുകയില്ല, മറിച്ചോ നിങ്ങൾ രൂപാന്തരപ്പെട്ട് സ്വഭാവം മാറി ഈ ലോകത്തിന്റെ ഒഴുക്കിന് വിരോധമായി ഒരു വിശുദ്ധ ജനമായി, വേർപാടനുഷ്ഠിക്കുന്ന ജനമായി നിങ്ങൾ ജീവിക്കും. എപ്രകാരം? ബുദ്ധിയുള്ള ആരാധന നിങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ടെങ്കിൽ അതാ ദൈവമക്കളെ ബുദ്ധിയുള്ള ആരാധന. അതർപ്പിക്കേണ്ടതിന് വേണ്ടിയാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷ്യത്തിൽ മറ്റൊന്നും ബുദ്ധിയുള്ള ആരാധനയല്ല, മറ്റെല്ലാം ബുദ്ധിയില്ലാത്ത ആരാധനയാ. ലിവിങ് സാക്രിഫൈസ് ആയിട്ട് നിന്റെ ശരീരാത്മ ദേഹികളെ സമർപ്പിക്കാതെ നീ ഉയർത്തുന്ന സ്തുതി സ്തോത്ര യാഗങ്ങൾ ദൈവം സ്വീകരിക്കുകയേ ഇല്ല. അവൻ കർമാനുഷ്ഠാനങ്ങളിൽ അവൻ സ്തോത്രം ആകർഷിക്കപ്പെടുന്ന ദൈവമല്ല, മറിച്ചോ നിന്റെ ഹൃദയത്തിൽ ആകർഷിക്കപ്പെടുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തോട് പറയണം, അപ്പ അങ്ങയുടെ കരുണയോർത്ത്, അങ്ങ് എനിക്ക് വേണ്ടി ചെയ്ത അമൻ സ്വന്തം ഉപകാരങ്ങൾ ഓർത്ത്, അങ്ങനെ വീണ്ടെടുത്തത് ഓർത്ത് എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അത് തന്നെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ അത് ഇപ്രകാരമായിരുന്നു: ഒരുവൻ എനിക്കും നിനക്കും വേണ്ടി പാപയാഗമായി, അകൃത്യയാഗമായി അമേൻ സ്തോത്രം എൻ്റെയും നിന്റെയും പാപത്തെ വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിന്മേൽ ഏറി അവൻ്റെ തോലുരിച്ചു, അവർ തല്ലി തകർത്തു. എൻ്റെയും നിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ ആരായിരുന്നെന്നറിയാമോ? അവൻ സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധന പാത്രമായിരുന്നവൻ. എൻ്റെയും നിന്റെയും പാപത്തിനു വേണ്ടി, പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി നരകത്തിൽ എരിയേണ്ട വിറകായ നിന്നെ അമേൻ സ്തോത്രം അവിടെ നിന്നും വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കഷ്ടം സഹിച്ച് ക്രൂശ് എന്ന യാഗപീഠത്തിന്മേൽ അവൻ ഖണ്ഡമായി മുറിച്ച്, കണ്ടാൽ അവൻ്റെ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനാക്കപ്പെട്ട് അവൻ്റെ ആകൃതി മാറിപ്പോയി എനിക്കും നിനക്കും വേണ്ടി കഷ്ടം സഹിച്ച് യാഗമായി തീർന്ന ഒരുവനുണ്ട്. അവനാ നിന്നെ വീണ്ടെടുത്തത്. ഇന്ന് നീ അനുഭവിക്കുന്ന സകല സുഖലോലുപതകളും അവൻ്റെ ദാനമാ. ആമേൻ സ്തോത്രം. ഇന്ന് നീ അനുഭവിക്കുന്ന സകലതും അവൻ്റെ അനുഗ്രഹങ്ങളാ. അങ്ങനെയെങ്കിൽ ആ മഹാകരുണയോർത്തു കഴിയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയാ, അവൻ പിതാവിന് കീഴ്പ്പെട്ട്, പിതാവിനെ അനുസരിച്ച്, പിതാവിനെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്ത് അവൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയാ, അവന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ജീവനുള്ള യാഗമായി സമർപ്പിക്കണം. ദൈവത്തിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സ്തോത്രം ജീവനുള്ള യാഗമായി സമർപ്പിക്കണം. അത് വിശുദ്ധിയുള്ള ദൈവപ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അത് മാത്രമാണ് ബുദ്ധിയുള്ള ആരാധന. അത് മാത്രമാണ് ബുദ്ധിയുള്ള ആരാധന. പ്രാണനെ തന്നവൻ പ്രാണനെ മടക്കിയെടുക്കുമ്പോൾ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവനെ തിരിച്ചു കൊടുത്തിട്ട് പറയണം, അപ്പ ഇതാ ഞാൻ കഴിച്ച എൻ്റെ ആരാധന കയ്യിൻ്റെ ആരാധന പോലെ തള്ളപ്പെടുമോ? ആബേലിന്റെ ആരാധന പോലെ സ്വീകരിക്കപ്പെടുമോ? നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ആമേൻ സ്തോത്രം. ഇത് മാത്രമാണ് ബുദ്ധിയുള്ള ആരാധന. അപ്രകാരം യാഗമായി സമർപ്പിക്കപ്പെട്ട വിശുദ്ധ ജനം കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുന്ന സവാരാധന, അതാ ഇവിടെ സംഭവിക്കേണ്ടത്. അല്ലാതെ ലോകത്തിന്റെ ഇമ്പങ്ങൾക്ക് നീ ഓടിയിട്ട്, ലോകമോഹങ്ങൾക്ക് വിധേയപ്പെടുത്തി കൊടുത്തിട്ട്, ജഡത്തിന്റെ ഇച്ഛകൾ നീ പ്രവർത്തിച്ചിട്ട് ഇവിടെ വന്ന് പറയുന്ന സ്തോത്രവും ഇവിടെ വന്നിരുന്ന് പാടുന്ന പാട്ടുകളും അത് ആരാധന അല്ലവേ അല്ല. അത് ദൈവം സ്വീകരിക്കുന്ന ആരാധനയല്ല. ഒരുപക്ഷെ മനുഷ്യരെ കാണിക്കാം, ഒരുപക്ഷെ കർമ്മങ്ങൾ ചെയ്തതുപോലെ അത് ചെയ്തു പോകാം. പക്ഷെ രൂപാന്തരം വന്നതിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സ്തുതി സ്തോത്രയാഗം മതി കേട്ടോ. ആമേൻ സ്തോത്രം. ദൈവം പ്രസാദിച്ചിറങ്ങും. അതാ ദൈവാരാധന. ആമേൻ സ്തോത്രം 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 സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, തിമോത്തിയോസേ നീ നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷ വേല ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ഞാനോ എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, ഞാനോ ഒരു പാനീയയാഗമായി ഒഴുക്കപ്പെടുന്നു. ആമേൻ സ്തോത്രം. പാനീയ യാഗമായി ഒഴുക്കപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയാ, ദൈവത്തിനു വേണ്ടി ഓടിത്തീർത്തവൻ, ആമേൻ സ്തോത്രം, ദൈവത്തിനു വേണ്ടി ഓടിത്തീർത്തവൻ, തനിക്ക് ദൈവം വച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ദൈവത്തിനു വേണ്ടി ഓടിത്തീർത്തവൻ. ജഡത്തിൽ നിന്ന് വരുന്ന ആരാധനയല്ല. കാരണം എന്തെന്നറിയാമോ? നമ്മുടെ ജഡം മരിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ ജീവനുള്ള യാഗമായി തീർന്നില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പ്രശസ്തികളുടെ പിന്നാലെ പോകും, അല്ലേ? ആമേൻ സ്തോത്രം. സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പോകും. ഈ ലോകത്തിലെ പലതും വെട്ടിപ്പിടിപ്പാൻ നമ്മൾ പോകും. നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കി,
നോക്കിയേ, ഞാൻ ഈ വചനം ചിന്തിച്ചപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തിനാ ദൈവമേ എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവ് തരുന്നേ? ആമേൻ സ്തോത്രം. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനാണോ? ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ വെട്ടിപ്പിടിപ്പാനാണോ? അതോ ഒരു ശീർഷകത്തിന് വേണ്ടിയിട്ടാണോ? എന്താ ഒരു ഹെഡിങ്ങിന് വേണ്ടിയിട്ടാണോ? എന്താ ആമേൻ സ്തോത്രം, ആമേൻ കൺവെൻഷൻ പ്രാസിംഗിനെന്നോ പ്രവാചകനെന്നോ വെളിപ്പാടുകാരനെന്നോ ഹീലിംഗ് മിനിസ്ട്രി ചെയ്യുന്നവനെന്നോ അങ്ങനെ ഒരു ശീർഷകത്തിന് വേണ്ടിയിട്ടാണോ? അല്ലല്ലല്ല. അതെല്ലാം എൻ്റെ ജഡത്തിൽ നിന്ന് വരുന്ന ഇച്ഛയാ, ജഡത്തിൽ നിന്ന് വരുന്ന ഇച്ഛയാ. അതും മരിക്കണം, അതും മരിക്കണം. ജീവനുള്ള യാഗമായി ഞാൻ സമർപ്പിക്കപ്പെടണം. ശരിയാ, ജീവനുള്ള യാഗമായി സമർപ്പിക്കപ്പെട്ടവരെ ഒരുപക്ഷെ നിനക്ക് ഓൺലൈനിൽ കാണാൻ സാധിച്ചില്ലെന്ന് വരാം, ഒരുപക്ഷെ നിനക്ക് വേദികളിൽ കാണാൻ സാധിച്ചില്ലെന്ന് വരാം. ആമേൻ. അവർ പലരും തെരുവീതികളിൽ അടികൊണ്ട് ആമേൻ ആരും അറിയാതെ ഒടുങ്ങിപ്പോവുകയാ ചെയ്യാറ്. പക്ഷേ അവർക്ക് വേണ്ടി ഒരു സ്വർഗമുണ്ട്, അവരെ കാത്തിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്, അവർക്ക് വേണ്ടി ഒരു അവകാശം കാത്തുവച്ചിട്ടുള്ള ഒരു സ്വർഗമുണ്ട്. ക്ഷയം, മാലിന്യം, വാട്ടമില്ലാത്ത അവകാശത്തിന് വേണ്ടി. ആമേൻ സ്തോത്രം, സ്തോത്രം. അതിനുവേണ്ടിയാ ദൈവം നമ്മെ വിളിച്ചിട്ടുള്ളത്. ആമേൻ സ്തോത്രം. നമ്മൾ ആമേൻ സ്തോത്രം ഒരുപാട് പേർ അല്ലേ, അപ്പോസ്തലന്മാരുടെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ സകലരും രക്തസാക്ഷികളായിരുന്നു. സകലരെയും ആമേൻ സ്തോത്രം ഈ ലോകം വെറുത്തോടിയവർ സകലരും രക്തസാക്ഷികളായിരുന്നു അല്ലേ? അങ്ങനെയെങ്കിൽ ആമേൻ സ്തോത്രം നമ്മുടെ തലമുറകളുടെ തലയിൽ കൈവച്ചിട്ട് പറയാമോ, ദൈവമേ ആമേൻ സ്തോത്രം, ഇവനെ ലോകം അറിയരുത്, ഇവനെ സകല കൃപാവരങ്ങളാലും ദൈവം നിറയ്ക്കണം, പക്ഷെ ലോകം ഇവനെ അറിയരുത്, ഇവന് ദൈവം ഒരു വേദികളും കൊടുക്കരുത്, ഇവൻ പട്ടിണി കിടക്കണം, അവൻ ലോകത്തിന്റെ തെരുവീതികളിൽ ഇവൻ സുവിശേഷം പ്രസംഗിക്കണം, ആരും അറിയാതെ ദൈവത്തിന് വേണ്ടി ഇവൻ തല്ലുകൊള്ളണം, ആരും അറിയാതെ ഇവൻ ഒടുങ്ങിത്തീരണം. എത്ര മാതാപിതാക്കന്മാർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? മക്കളുടെ തലയിലാണെങ്കിൽ ഒരു പക്ഷെ കൊണ്ട് കൈവയ്ക്കും. ആദ്യം സ്വന്തം തലയിലേക്ക് കൈവച്ചിട്ട് പറയണം, ദൈവമേ എനിക്കൊരു വേദികളും വേണ്ട, എനിക്കൊരു പ്രശസ്തിയും വേണ്ട, എനിക്ക് യാതൊന്നും വേണ്ട, എന്നെ ലോകം അറിയരുത്. ആമേൻ. ലോകത്തിന്റെ ഏതെങ്കിലും തെരുകോണുകളിൽ നിന്നുകൊണ്ട് ആമേൻ സ്തോത്രം സുവിശേഷം പ്രസംഗിക്കുന്ന സമയം ആരെങ്കിലും തല്ലിക്കൊന്നു കളയുമ്പോൾ ആമേൻ സ്തോത്രം, 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 ദൈവത്തിന് വേണ്ടുന്ന ഒരു നല്ല രക്തസാക്ഷിയായി നമ്മൾ മാറണം. ആമേൻ സ്തോത്രം. ബുദ്ധിയുള്ള ആരാധനയായി. അതാ ബുദ്ധിയുള്ള ആരാധന. മറ്റേതെല്ലാം ജഡത്തിൽ നിന്ന് വരുന്നതാ. ജഡത്തിന്റെ ഇച്ഛകൾ ചെയ്യുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്, ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുവാനാ. അല്ലെ, സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്, നമ്മുടെ ഓട്ടം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആമേൻ. എന്തിനാ നമുക്ക് ദൈവം ഇതെല്ലാം തന്നത്? കൃപാവരങ്ങൾ തന്നത് എന്തിനാ ആത്മാവിന്റെ ശക്തി തന്നത്? ആമേൻ. ജാതികളെ അപ്പോസ്തലനായ പൗലോസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് പറയും, ജാതികളെ വഴിപാടായി ദൈവസന്നിധി, ദൈവത്തിന് പ്രസാദമുള്ള വഴിപാടായി സമർപ്പിക്കാൻ പുരോഹിതനായി ഞാൻ സേവനം അനുഷ്ഠിക്കുന്നു അല്ലേ? റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൽ അത് കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ എന്തിനാ നീ ജീവനുള്ള യാഗമായി സമർപ്പിക്കപ്പെടേണ്ടതെന്ന് അറിയാമോ? അവൻ ജാതികളെ അവൻ ദൈവത്തിന്റെ മുൻപിൽ അവൻ അവന് പ്രസാദമുള്ള അവന് പ്രസാദകരമാവണ്ണം അവൻ ദൈവനാമത്തിനു വേണ്ടി ജാതികളെ പിടിച്ചെടുക്കേണ്ടതിനു വേണ്ടി, ദേശത്തെ പിടിച്ചെടുക്കേണ്ടതിനു വേണ്ടി, അതിന് നീ ആദ്യം യാഗമായി തീരണം. ദൈവസന്നിധിയിൽ നിന്റെ ജീവൻ ഒരു യാഗമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടണം. അങ്ങനെയുള്ളവരെ ദൈവം ഈ കാലഘട്ടത്തിൽ അന്വേഷിക്കുന്നത്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ മെസ്സേജ് ഞാൻ ഇന്നിവിടെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ്, ഞാൻ ദൈവത്തോട് പലവട്ടം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു മെസ്സേജ് എന്നെ കൊണ്ട് ഇവിടെ പറയിപ്പിക്കുന്നത്? എനിക്കൊരു കാര്യം ഉറപ്പാ, ദൈവസഭയുടെ മുഖച്ഛായ മാറും. അവൻ ജീവനെയും വെറുത്ത് ഓടുന്ന ഒരു കൂട്ടത്തെ ദൈവം ഇതിന്റെ മധ്യത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. അവൻ മരണം വരെയും പ്രാണനെ വെറുക്കുന്ന ഒരു കൂട്ടത്തെ ഇതിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കും. അതിനുവേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ഇത് എത്ര നാൾ നിങ്ങൾ യാഗമായി സമർപ്പിക്കണം. പഴയ നിയമത്തിലെ യാഗമൃഗം മരിക്കും, പക്ഷെ ഈ യാഗമൃഗം മരിക്കുന്നില്ല. ഈ യാഗമൃഗം എന്ത് ചെയ്യാണ്? യാഗം കഴിപ്പിക്കുന്ന നമ്മുടെ ജീവൻ ലിവിങ് സാക്രിഫൈസിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എപ്രകാരം? വിശുദ്ധരായി, ദൈവത്തിന് പ്രസാദമുള്ളവരായി, സ്തോത്രം, രൂപാന്തരപ്പെട്ടവരായി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ബുദ്ധിയുള്ള ആരാധന. ആമേൻ സ്തോത്രം. ബുദ്ധിയുള്ള ആരാധന. ഇത് എത്ര നാൾ? നമ്മുടെ തേജസ്കരണം വരെ. ആമേൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിച്ച് ജീവിക്കേണ്ടവരാ നമ്മൾ. വരുവാനുള്ള കാലത്തെ ഓർത്ത് നമ്മൾ യേശു കർത്താവിനോട് കൂടെ വാഴുവാനുള്ളവരാണെന്ന് ഓർത്ത് ആ സ്വഭാവ ഗുണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഭൂമിയിലെ സ്വയത്തെ വെറുത്ത്, ജഡത്തെ വെറുത്ത്, അനുസരണമുള്ളവരായി, പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവരായി, ദൈവനാമത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവരായി, ജീവപര്യന്തം അനുസരണമുള്ളവരായി ജീവിക്കാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസിനെ പോലെ, പത്രോസിനെ പോലെ ജീവിക്കാൻ വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലെ എത്ര പേർക്ക് പറയാൻ കഴിയും, ദൈവമേ ഞാൻ തിരുസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അപ്പാ, ഞാൻ എന്നെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു പിതാവേ, സ്തോത്രം. അപ്രകാരം ഇറങ്ങിത്തിരിക്കുന്ന നീ ഒറ്റയ്ക്കല്ല. ഈ ലോകത്തിൽ നിനക്ക് കഷ്ടമുണ്ടെന്ന് വരാം, ഈ ലോകത്തിൽ നിനക്ക് പ്രതികൂലമുണ്ടെന്ന് വരാം, പക്ഷേ അത്
അദൃശ്യനായ ഒരുവൻ, സർവശക്തനായ ഒരുവൻ നിന്റെ മേൽ കൃപ പകർന്ന് നിനക്ക് വേണ്ടി വ്യാപരിച്ചിറങ്ങും. നിന്റെ പോർക്കളമേടുകളിൽ നിന്നെ വഴി നടത്തേണ്ടതിന് വേണ്ടി, നിന്റെ നിയോഗങ്ങൾ നിന്നെ കൊണ്ട് ജയിച്ചെടുക്കേണ്ടതിന് വേണ്ടി, ജാതികളെ പിടിച്ചെടുക്കേണ്ടതിന് വേണ്ടി, ദേശങ്ങളെ പിടിച്ചെടുക്കേണ്ടതിന് വേണ്ടി ആമേൻ സ്വരം ദൈവം നിന്നെ കൃപ കൊണ്ട് നിറയ്ക്കും. അവൻ പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കും. ആത്മനിറവിൽ നിന്നെ ദൈവം ഉപയോഗിക്കും. അതിനു വേണ്ടിയേ നിന്നെ കണ്ടിട്ടുള്ളത്. ജീവനെ പകച്ചോടുന്ന ഒരു കൂട്ടത്തെ ദൈവം ഇതിന്റെ മധ്യത്തിൽ എഴുന്നേൽപ്പിക്കട്ടെ. ശബലബലതൽ ഘടകനാഥന ഘടകം. ആമേൻ സ്തോത്രം. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. ഈ ലോകത്തെ വെറുത്തോടുന്നതിന് വേണ്ടി, അവന്റെ നാമം പേറി ഓടുന്നതിന് വേണ്ടി. എത്ര പേർക്ക് തിരുസന്നിധി സമർപ്പിക്കാൻ കഴിയും? നമ്മൾ പുറമേ കാണുന്നതെല്ലാം പൊള്ളയായതാണ് കേട്ടോ. ആമേൻ സ്തോത്രം. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആമേൻ സ്തോത്രം ഒരു മനോഹരമായൊരു പൂന്തോട്ടം കണ്ടു. മനോഹരമായൊരു പൂന്തോട്ടം. എന്നാ പൂന്തോട്ടം? ഒരു ഗാർഡൻ. ആമേൻ ആ ഗാർഡൻ ഒരുപാട് ആകർഷിച്ചു. ഞാൻ അത് ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ 1978 നടന്ന ആമേൻ ഒരു സംഭവ വികാസവുമായി ഉൾപ്പെടുത്തിക്കൊണ്ട് ആമേൻ അതിൻ്റെ ഭാഗമായി അവർ സൃഷ്ടിച്ച ഒരു മെമ്മോറിയൽ പാർക്കായിരുന്നു അത്. മെമ്മോറിയൽ ഗാർഡൻ ആയിരുന്നു അത്. 1978 സിംബാബ്വേയിൽ വെച്ച് അവിടെ മിഷണറിമാർ അറുക്കപ്പെട്ടു. ആമേൻ ആ മിഷണറിമാരെ ആമേൻ അതിക്രൂരമായി കൊന്നുകളഞ്ഞു. അതിൻ്റെ ഒരു മെമ്മോറിയൽ പാർക്കായിരുന്നു അവിടെ വെച്ചിട്ടുള്ളത്. അവിടെ എഴുതി വെച്ചിരുന്ന വാക്യം ഇപ്രകാരമായിരുന്നു. ആമേൻ സ്തോത്രം. എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, യേശു കർത്താവ് പറഞ്ഞതുപോലെ, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. ഇല്ല പിതാവേ, ഇല്ല പിതാവേ, വേണ്ട പിതാവേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ അവർ പുറപ്പെട്ടു പോയി. അപ്രകാരം പുറപ്പെട്ടു പോയ ഒരു 12 പേർ ആമേൻ സ്തോത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കിയാൽ മതി. സിംബാബ്വേയിൽ വെച്ച് അവരുടെ ഉന്നമനത്തിനു വേണ്ടി, ആ രാജ്യത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണിതുകൊണ്ടും ആമേൻ ആമേൻ അവിടെ ആശുപത്രികൾ പണിതുകൊണ്ടും നിർധനരായവരെ സഹായിക്കുന്നതിന് വേണ്ടി, അനാഥർക്ക് ആശ്രയമാവേണ്ടതിന് വേണ്ടി, ഇവിടെ നല്ല വിദ്യാഭ്യാസമുള്ളവർ, നമുക്ക് ഈ രാജ്യമാ നമ്മുടെ വാഗ്ദത്ത ദേശം. പക്ഷേ ഈ രാജ്യത്തിൻ്റെ സുഖങ്ങളെ ത്യജിച്ചുകൊണ്ട് ആമേൻ സ്തോത്രം സിംബാബ്വേയിലേക്ക് കടന്നുപോയ ആമേൻ സ്തോത്രം മിഷണറിമാർ, ആമേൻ സ്തോത്രം അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് അവർ കടന്നുപോയത്. അവരുടെ പേര് വായിച്ചപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടില്ല. പക്ഷേ അവരുടെ പ്രായം വായിച്ചപ്പോൾ അതെന്നെ ചിന്തിപ്പിച്ചു. അവൻ ഒരാളൊഴിച്ച് ബാക്കി 11 പേരും 40 വയസ്സിന് താഴെയുള്ളവർ. അവൻ പല ദമ്പതിമാർ. അതിൽ 6 വയസ്സുകാരനും ഉണ്ടായിരുന്നു, 3 വയസ്സുകാരിയും ഉണ്ടായിരുന്നു, 3 ആഴ്ച പ്രായമുള്ള കുഞ്ഞുമുണ്ടായിരുന്നു. ആമേൻ സ്തോത്രം. എന്തിനു വേണ്ടിയിട്ടെന്നറിയാമോ? ആമേൻ സ്തോത്രം. ജീവനെ തിരുസന്നിധിയിൽ യാഗമായി സമർപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ടവർ. അവൻ നമ്മൾ കാണുന്ന കർമാചാരങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. അവൻ തന്നെ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ യേശു ചോദിക്കുന്നു, അവൻ നിന്നെ ആ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാണോ? കഷ്ടം സഹിക്കാൻ. നിന്റെ കഷ്ടതയേറും തോറും നിന്റെ തേജസ് വർദ്ധിക്കും. നിന്റെ കഷ്ടതയേറും തോറും നിന്റെ തേജസ് വർദ്ധിക്കും. ആമേൻ സ്തോത്രം, സ്തോത്രം. അവിടെ അതിന് ചരിത്രം വായിച്ചപ്പോൾ ഇപ്രകാരമാണ് അറിയാൻ കഴിഞ്ഞത്. അവർ അവൻ സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം, അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം, അവിടെ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര കലാപത്തിന്റെ ഭാഗമായി ഒരു കൂട്ടം പേർ അവരെ 12 പേരെ ബന്ദികളാക്കി കൊണ്ടുപോയി. അവിടെ സാക്ഷികളായിരുന്നവർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. അവരെ ബന്ദികളാക്കി കൊണ്ടുപോയപ്പോൾ പ്രതികരിക്കാൻ ആരോഗ്യമുള്ളവരായിരുന്നു. തിരിച്ച് പ്രതികരിക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടായിരുന്നു. അവർ പ്രതികരിച്ചില്ല, പ്രാർത്ഥിച്ചു. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായ്ക്കുള്ള മധ്യത്തിൽ ആടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അവർ ദൈവത്തിന്റെ ദൈവത്തിനും കീഴ്പ്പെട്ടു കൊടുത്തു. ആമേൻ സ്തോത്രം. എന്ത് സംഭവിച്ചെന്നറിയാമോ? അവരെ ബന്ദികളാക്കി കൊണ്ടുപോയി. അവരെ കുറിച്ച് വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആമേൻ. പിന്നീട് കണ്ടത് അവരെ മൃതശരീരങ്ങളായിരുന്നു. ആമേൻ സ്തോത്രം. പലരുടെയും തല ചിന്നിച്ചിതറിയിരുന്നു. സഹോദരിമാരെ അതിക്രൂരമായി അവർ കൊന്നു. അവരുടെ തലയോട്ടികൾ ചിന്നിച്ചിതറിയിരുന്നു. ഒരു സഹോദരിനെ കണ്ടത് പുറത്ത് കോടാലി തറച്ച രീതിയിലായിരുന്നു. ആ 3 വയസ്സുകാരത്തിനെ 6 വയസ്സുകാരനെ മൃഗീയമായി അവർ കൊന്നു. 3 ആഴ്ച പ്രായമുള്ള കുഞ്ഞിനെയും അവർ കൊന്നു കളഞ്ഞു. അവൻ ഒരു ദമ്പതിയുടെ കഥ വായിച്ചപ്പോൾ ചരിത്രം വായിച്ചപ്പോൾ ഇപ്രകാരമാണ് കാണുവാൻ സാധിച്ചത്. അവൻ ഒരു കുഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് മരിച്ചു പോയത്. ആ ദമ്പതിമാരുടെ കരഞ്ഞ് പ്രാർത്ഥിച്ച് 2 കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് സിംബാബ്വേയിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി വേല ചെയ്യാൻ വേണ്ടി അവർ കടന്നുപോയി. അവിടെ വെച്ച് മൃഗീയമായി അവൻ കൊല്ലപ്പെട്ടു. അവൻ ആ സഭ അവിടെ അവരെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന ജേണലിൽ അവസാനം കുറിച്ച് വച്ചിരിക്കുന്ന പദം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. ഇങ്ങനെ ഒരു സംഭവം ഇനി
മദ്യപിക്കാതിരിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. പക്ഷെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, സ്വർഗം സന്തോഷിക്കുന്നു. അവരുടെ ഡെഡിക്കേഷൻ, അവരുടെ സമർപ്പണം, അവരുടെ വിശ്വസ്തത, അവരുടെ അനുസരണം, അതിനു മുൻപിൽ സ്വർഗം സന്തോഷിക്കും. അതിനുവേണ്ടിയാ ദൈവമക്കളെ വിളിച്ചത്, അതിനുവേണ്ടിയാ ദൈവം നമ്മളെ വിളിച്ചത് കേട്ടോ. അതിനുവേണ്ടിയാ ദൈവം നമ്മളെ വിളിച്ചത്. ദൈവവചനം നിമിത്തം, ആമേൻ സ്തോത്രം, സാക്ഷ്യം നിമിത്തം അറുക്കപ്പെട്ടവർ യാഗപീഠത്തിന്റെ കീഴിൽ ഇരിക്കുന്നു. എന്നുവരെ ഇനിയും അനേക സഹോദരന്മാരും സഹോദരിമാരും കൊല്ലപ്പെടേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറ, തലമുറകളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറ, പിതാവേ ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയ്ക്ക് വേണ്ടി, അങ്ങയുടെ വേല ചെയ്യുന്നതിന് വേണ്ടി ഒരു യാഗമായി ഞാൻ സമർപ്പിക്കുന്നു. ഈ ലോകത്തിന്റെ സുഖലോലുപതകൾ അനുഭവിപ്പാനല്ല, ഈ ലോകത്തിന്റെ പ്രശസ്തി നേടിയെടുപ്പാനല്ല, ഈ ലോകത്തിലെ യാതൊന്നും അവർക്കില്ലെങ്കിലും ജീവപര്യന്തം ജീവനെ പ്രാണനെ വെറുത്തോടുവാൻ, ക്രിസ്തുവിന് വേണ്ടി പ്രാണനെ വെറുത്തോടുവാൻ എന്നെ സഹായിക്കണമേ, എന്റെ തലമുറകളെ സഹായിക്കണമേ, ഈ ദൈവസഭയെ സഹായിക്കണമേ. ആമേൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തെ കുറിച്ചുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുവോളം നിങ്ങൾ കാത്തിരിക്കണം, അല്ലേ? പരിശുദ്ധാത്മാവ് വരുവോളം കാത്തിരിക്കണം. ആമേൻ. അവിടെ കൂടിയിരുന്നവർ തങ്ങളുടെ ജീവനെ, ആമേൻ സ്തോത്രം, ലിവിങ് സാക്രിഫൈസ് ആയിട്ട് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ പ്രസാദിക്കത്തക്ക ഒരു പരിശുദ്ധാത്മാവരുടെ മേൽ വ്യാപരിച്ചിറങ്ങി അഗ്നിനാവ് പോലെ. ആമേൻ. സ്വർഗത്തിൽ നിന്ന്, ആമേൻ, പഴയ നിയമ കാലഘട്ടത്തിൽ, ആമേൻ സ്തോത്രം, യാഗത്തെ പ്രസാദിക്കുന്നതിന് വേണ്ടി തീ ഇറങ്ങിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആമേൻ. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അഗ്നിനാവ് അവരുടെ മേൽ പതിഞ്ഞു. അങ്ങനെയെങ്കിൽ അന്ന് പതിഞ്ഞ അഗ്നിനാവ് പിന്നീട് അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കെടുത്തരുത്, നിന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നിൽ ജ്വലിച്ചു കൊണ്ടിരിക്കണം, നിന്നിൽ ജ്വലിച്ചു കൊണ്ടിരിക്കണം, അത് നിന്നിൽ കത്തിക്കൊണ്ടിരിക്കണം. ദേശങ്ങളെ പിടിച്ചെടുക്കേണ്ടതിന് വേണ്ടി, കോട്ടകൾ ഇടിക്കേണ്ടതിന് വേണ്ടി, പിശാചിന്റെ പ്രവൃത്തികൾ അഴിക്കേണ്ടതിന് വേണ്ടി, ആമേൻ സ്തോത്രം, ആ പരിശുദ്ധാത്മാവിനെ നിറവേറ്റെടുത്തുകൊണ്ട്, ആമേൻ, ഈ കാലഘട്ടങ്ങളിൽ ഒരു കൂട്ടം ദൈവസഭയിൽ നിന്ന് പുറത്തു പോട്ടെ. പഴയ നിയമകാലഘട്ടത്തിലെ യാഗപീഠത്തിൽ കത്തുന്ന തീ കെട്ടുപോകാൻ പാടില്ല എങ്കിൽ നിന്നിൽ, ആമേൻ സ്തോത്രം, ദൈവം കത്തിച്ചു വെച്ചുള്ള അഗ്നി കെട്ടുപോകരുത് കേട്ടോ. ആ അഗ്നി കെട്ടുപോകരുത്, ആ അഗ്നി കെട്ടുപോകരുത്. ആമേൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം, നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. ഈ ലോകയാത്രയിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ഏകരല്ല. ദൈവം നമ്മോട് കൂടെയുണ്ട്, ദൈവം നമ്മോട് കൂടെയുണ്ട്, ദൈവം നമ്മോട് കൂടെയുണ്ട്, ദൈവം നമ്മോട് കൂടെയുണ്ട്. ആമേൻ സ്തോത്രം. എല്ലാവർക്കും മതസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകൾ അടയ്ക്കാം. ആമേൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് ദൈവത്തോട് ചോദിക്കാം, ദൈവമേ, ദൈവമേ സ്തോത്രം. ഉലകസ്ഥാപനത്തിന് മുൻപേ അങ്ങ് ഞങ്ങളെ കണ്ടു, ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ നിയോഗങ്ങൾ എന്തെന്നറിയില്ല അപ്പാ. ദൈവമേ സ്തോത്രം, അങ്ങയുടെ പുത്രനെ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകി, അതിനായി നന്ദി പറയുന്നു പിതാവേ. സ്തോത്രം, സ്തോത്രം അപ്പാ. ദൈവമേ, ഞങ്ങളെ തന്നെ അങ്ങയുടെ തിരുമുമ്പിൽ യാഗമായി സമർപ്പിക്കുന്നപ്പാ. ദൈവമേ സ്തോത്രം, ഞങ്ങളുടെ ജീവപര്യന്തം ദൈവമേ സ്തോത്രം അപ്പാ ഞങ്ങൾ സമർപ്പിക്കുന്നപ്പാ. പ്രാണനെയും വെറുത്തോടുവാൻ ഞങ്ങൾ തയ്യാറാ. ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾ ഞങ്ങൾക്ക് വേണ്ട, ഈ ലോകത്തിൻ്റെ, ആമേൻ സ്തോത്രം, പ്രശസ്തികൾ ഞങ്ങൾക്ക് വേണ്ട. ദൈവമേ സ്തോത്രം, സ്തോത്രം. ചെന്നായ്ക്കളുടെ മധ്യത്തിൽ ആമേൻ ഐക്യപ്പെടുന്ന ആടിനെ പോലെ പോവാൻ ഞങ്ങൾ തയ്യാറാ. ഞങ്ങളുടെ തലമുറകളെ അതിനുവേണ്ടി നിയോഗിച്ചാക്കണമേ. ആമേൻ സ്തോത്രം. നമ്മുടെ തലമുറകളെ അതിനുവേണ്ടി നിയോഗിച്ചാക്കണമേ. എന്നുവരെ നമ്മുടെ യേശു കർത്താവിൻ്റെ 2-ാം വരവ് വരെ, അവൻ വരുന്നതിന് മുമ്പ് ജാതികളെ ആമേൻ തിരുസന്നിധിയിൽ വഴിപാടായി സമർപ്പിപ്പാൻ, ആമേൻ ദൈവം പ്രസാദിക്കുന്ന വഴിപാടായി സമർപ്പിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും കണ്ടിരിക്കുക, ദൈവം നമ്മളെ ഓരോരുത്തരെയും കണ്ടിരിക്കുക. അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞതുപോലെ അവർ തങ്ങളുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഉയരത്തിലെ ശക്തി അവരുടെ മേൽ വന്നതുപോലെ ഇന്ന് ഇവിടെ നമ്മൾ പാടി ആരാധിക്കുമ്പോൾ ദൈവത്തോട് പറ, ഉയരത്തിലെ ശക്തി എൻ്റെ മേലൊന്ന് വ്യാപരിക്കണമേ, ആ ഉയരത്തിലെ ശക്തി എൻ്റെ മേലൊന്ന് വ്യാപരിക്കണമേ. അവൻ ജഡത്തിന്റെ ഈച്ചകളെ കൊന്ന് അവൻ ജീവനുള്ള യാഗമായി, ദൈവമേ വിശുദ്ധിയുള്ളവരായി, ദൈവപ്രസാദമുള്ളവരായി, കൺഫോമിറ്റി അല്ല ട്രാൻസ്ഫോമിറ്റി ഞങ്ങൾ വ്യാപരിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ, ഈ ലോകത്തിലെ മാലിന്യം ഞങ്ങളെ പിടിക്കാതെ ഓടേണ്ടതിന് വേണ്ടി ഞങ്ങളെ നിയോഗിച്ചാക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ആമേൻ നമുക്ക് ദൈവത്തെ ആരാധിക്കാം.